പ്രിയമുള്ളവരെ, മതിൽ ക്ലബിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മോടുള്ള സംസാരം മുഹമ്മദ് അസ്ലം സാഹിബാണ്. ആദരപൂർവ്വം ക്ഷണിക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈമാന്റെ ശാഖകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത്. അതിലെ 55-ാമത്തെ ശാഖ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നതാണ് അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ശാഖയാണ് 56-ാമതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതാണ്. കുടുംബബന്ധം മുറിക്കൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കലും അള്ളാഹു അവർക്ക് ശാപം നൽകുകയും അവർ മോശമായ ഭവനത്തിലായിരിക്കുമെന്നൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ കുടുംബബന്ധം ചേർക്കുന്നവർക്ക് വിഭവങ്ങളിൽ വർധനവുണ്ടായിരിക്കും, ആയുസ്സിന്റെ അവധി നീട്ടിക്കൊടുക്കും, മോശം മരണത്തിൽ നിന്ന് തടയപ്പെടും, പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടും. ഇങ്ങനെയും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ ഒന്ന്, മനുഷ്യന്റെ സ്വഭാവത്തിൽ ഏറ്റവും ഉത്തമമായ ഒന്നാണ് കുടുംബബന്ധം മുറിച്ചവരോട് പോലും ബന്ധം ചേർക്കുക എന്നുള്ളത്. കുടുംബബന്ധം മുറിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അവരുള്ള സദസ്സിൽ അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങുകയില്ല എന്നൊക്കെയും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണ് എന്ന് നമുക്കറിയാം. പിശാചിന് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതും അനുയായികളെ പ്രോത്സാഹിപ്പിക്കുന്നതും കുടുംബബന്ധം മുറിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വൈവാഹിക ബന്ധം മുറിക്കുമ്പോഴാണ് എന്നൊക്കെയും നമുക്കറിയാം. എന്ന് മാത്രമല്ല, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന സന്ദർഭം, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഉയർത്തപ്പെടും. ആ സന്ദർഭത്തിൽ കുടുംബബന്ധം മുറിച്ചവന്റെ കർമ്മം ഉയർത്തുകയില്ല. അവന് അന്ന് ബ്ലാങ്ക് മാർക്കായിരിക്കും അവന്റെ രേഖപ്പെടുത്തുന്ന രൂപത്തിൽ ഉണ്ടാവുക. മറ്റ് കർമ്മങ്ങൾ ഒരുപക്ഷെ നമസ്കരിച്ചിട്ടുണ്ടായിരിക്കും, സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടായിരിക്കും, മറ്റു ഇബാദാത്തുകളൊക്കെയും നിർവഹിച്ചിട്ടുണ്ടായിരിക്കും, തന്റെ സാമൂഹിക ബാധ്യത നിർവഹിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ കുടുംബബന്ധം വിച്ഛേദിച്ചു അല്ലെങ്കിൽ കുടുംബബന്ധം മുറിച്ചു എന്ന കാരണത്താൽ അവയൊന്നും രേഖപ്പെടുത്താതെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും അവിടെ എത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. അങ്ങനെ വ്യാഴവും തിങ്കളും ഒക്കെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോൾ നമ്മൾ സമയം കൊടുത്ത് അധ്വാനം ചെലവഴിച്ച് നമ്മുടെ സമ്പത്ത് ചെലവഴിച്ച് അള്ളാഹുവിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിർവഹിച്ച എത്ര കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ട രൂപത്തിൽ, അല്ലെങ്കിൽ അതിന് മാർക്ക് ലഭിച്ച രീതിയിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടാകുമെന്ന് നമ്മളൊന്ന് വിലയിരുത്തി നോക്കേണ്ടതുണ്ട്. അങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കേണ്ടതുണ്ട്. അതല്ല മുമ്പെങ്ങോ ഉണ്ടായ ചെറിയൊരു വിഷയത്തിന്റെ പേരിൽ അതങ്ങനെ വലുതാവുകയും അതിന്മേൽ പിന്നീട് വലിയ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അത്തരം ചെറിയ പ്രശ്നങ്ങളെ വീണ്ടും ഊതിപ്പെരുപ്പിച്ച് അങ്ങനെയായിട്ട് സഹോദരങ്ങളോട് സംസാരിക്കാതെ, മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട്, ബന്ധുക്കളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട്, വർഷങ്ങളോളം സന്ദർശനവും വർഷങ്ങളോളം അവരോടുള്ള ബന്ധവും വിച്ഛേദിച്ച രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടൊന്നും യാതൊരു പ്രതിഫലവും ഇല്ലാത്ത വെറുതെ സമയം ചെലവഴിക്കുന്നവർ
ആയി മാറിയിട്ടുണ്ടോ എന്നുകൂടി വിലയിരുത്തേണ്ടത് നമ്മളാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്ന റഹ്മ ഷിജ്നത്തും മിനർ റഹ്മാൻ. കുടുംബബന്ധം ചേർക്കുക, ബന്ധുത്വം സ്ഥാപിക്കുക, റഹിം എന്ന് പറയുന്നത് റഹ്മാനായ അള്ളാഹുവിന്റെ കരുണയിൽ നിന്നുള്ള ഒരു ശാഖയാണ് എന്ന് പറയുന്നുണ്ട്. രണ്ടു പദവും തന്നെ ആലോചിച്ച് നോക്കൂ. റഹിം കുടുംബബന്ധം ചേർക്കുക, പിന്നെ റഹ്മാൻ കാരുണ്യവാനായ റബ്ബ്. അള്ളാഹുവിന്റെ കാരുണ്യം നിറഞ്ഞൊഴുകുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യത്തെ അതിന്റെ വാചക ഘടനയിൽ പോലും ചേർത്ത് വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫഇദാ കാന യൗമുൽ ഖിയാമ തഖൂലു ഐ റബ്ബി ഇന്നി ളുലിംതു ഇന്നി ഉസീഉ ഇലയ്യ ഇന്നി ഖുതിഅതു എന്ന്. ഖിയാമത്ത് നാളിൽ അത് പറയും, എന്റെ റബ്ബെ എന്നെ വിച്ഛേദിച്ചു, എന്നെ ഉപേക്ഷിച്ചു, എന്നെ ഒഴിവാക്കി എന്നൊക്കെ ആ കുടുംബബന്ധം അള്ളാഹുവിനോട് സംസാരിക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പറയുന്ന മറുപടിയുണ്ട്, അലാ തർലൈന അൻ അഖ്തഅ മൻ ഖതഅക വ ഉസ്ല മൻ വസ്ലിക. നിന്നെ മുറിക്കുന്നവനെ ഞാൻ മുറിക്കാനും നിന്നെ ചേർക്കുന്നവനെ ഞാൻ ചേർക്കാനും നിനക്ക് സംതൃപ്തിയില്ലേ, തൃപ്തിയില്ലേ എന്ന് അള്ളാഹു തിരിച്ച് ചോദിക്കുന്ന രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ആ കുടുംബ ബന്ധം വിച്ഛേദിച്ചാൽ അള്ളാഹു നമ്മളുമായുള്ള സകല ബന്ധങ്ങളും വിച്ഛേദിക്കുന്നു. ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിത ആയുസ്സിൽ സുബ്ഹാനഹു വ തആല മാത്രം മതി എന്ന് വിശ്വസിച്ച് ആളുകളുടെ ആട്ടും തുപ്പും കേൾക്കുക എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ജീവിതം ഇസ്ലാമിക മാർഗത്തിൽ നമ്മൾ പൂർത്തിയാക്കി അങ്ങനെ മരണപ്പെട്ട് അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിന്റെ കർമ്മങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല, നീ എന്നോടൊപ്പം ചേരേണ്ടതില്ല എന്ന് അള്ളാഹു പറഞ്ഞ് കൈയൊഴിയുന്ന അവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു കർമ്മം ചെയ്തിട്ട്, ഒരു പ്രവർത്തനം ചെയ്തിട്ട് ആ പ്രവർത്തനത്തിന് വേണ്ടത്ര റിസൾട്ട് ഇല്ലെങ്കിൽ നമ്മളുടെ മനോഭാവം എന്തായിരിക്കും? നമ്മൾ ആ പ്രവർത്തനത്തെ എങ്ങനെയാണ് വിലയിരുത്തുക എന്നൊന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അങ്ങനെ ഉള്ള നമ്മൾ ചെറിയ കാര്യങ്ങളിൽ പോലും, ചെറിയൊരു എഫേർട്ട് എടുക്കുമ്പോൾ പോലും അതിൽ വലിയ റിസൾട്ടുകൾ വരാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ എത്ര വലുതാണ് എന്ന് നമുക്കറിയാം. എന്നിരിക്കെ ഒരു ആയുസ് മുഴുവൻ എടുത്ത് അധ്വാനിച്ച പ്രവർത്തനങ്ങൾ, പ്രയത്നിച്ച കാര്യങ്ങൾ, ആ പ്രയത്നിച്ച കാര്യങ്ങളൊക്കെയും വൃഥാവിലാകുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. എന്തുമാത്രം പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ ബന്ധം ചേർക്കുവാൻ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. കാര്യങ്ങളെ വിളിച്ചറിയിക്കുക, അസുഖമുള്ള സന്ദർഭങ്ങളിൽ സന്ദർശിക്കുക, ചെയ്യാൻ കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുക, അവരോട് ക്ഷമിക്കുക. ഈദ്, പെരുന്നാളുകൾ, അത്തരം സന്ദർഭങ്ങളിൽ അവരെ സന്ദർശിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുക. കഴിഞ്ഞ സന്ദർഭത്തിൽ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കൾക്ക് ഇപ്പം സമയം നമ്മൾ മാറ്റിവെക്കുക. ബന്ധുക്കളെ അവരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളെ സമീപിക്കുമ്പോൾ അവരെ അവഗണിക്കാതിരിക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് തന്നെ ആ ബന്ധം വലുതാക്കി അള്ളാഹുവിന്റെ തൃപ്തി നേടുവാൻ നമുക്ക് സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇത് ഇസ്ലാമിന്റെ ഏറ്റവും ഉയർന്ന സംസ്കാരമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഈമാനിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നേറുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും മുന്നോട്ട് പോകുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഴ്ചകൾ നാഥൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.